പ്രസംഗത്തിനും ഉപന്യാസത്തിനും വിദ്യാർത്ഥികൾക്കൊരു വഴികാട്ടി. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം. ആധുനിക ഇന്ത്യയുടെ ജന്മദിനമാണ് ആഗസ്റ്റ് 15. 1947 ആഗസ്റ്റ് 15 ഭാരതീയരുടെ മനസ്സിനെ സുശക്തമാക്കുന്ന ഒരു തീയതി കൂടിയാണ്. പിറന്നാൾ ആഘോഷം പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നതോടെ ആരംഭിക്കുകയായി. നിറപ്പകിട്ടുള്ള ആഘോഷ പരിപാടികൾ രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും കൊണ്ടാടുന്നു. ഭാരതീയരുള്ള ലോകത്തിൻ്റെ ഏത് കോണിലും അത് ദർശിക്കാൻ കഴിയും. കച്ചവടത്തിന് ഇവിടെ എത്തിയ വിദേശികൾ ക്രമേണ ഇവിടുത്തെ കറുത്ത മനുഷ്യൻ്റെ ഭരണത്തിലും ആകർഷിച്ചു. ആദ്യം ഡച്ചുകാരും പിന്നാലെ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഇവിടെ സ്ഥിരതാമസമാക്കി. 190-ൽ പരം വർഷങ്ങളിലെ ബ്രിട്ടീഷ് ആധിപത്യം നമ്മളെയും നമ്മുടെ നാടിനെയും ദരിദ്രമാക്കി ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു. 18-ാം നൂറ്റാണ്ടിലെ അവസാനങ്ങളിലും 19-ാം നൂറ്റാണ്ടിലെ ആദ്യ ദശകങ്ങളിലും ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ അടിമച്ചങ്ങല പൊട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും വിജയം വരിക്കാൻ കഴിഞ്ഞില്ല. ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ 562 നാട്ടുരാജ്യങ്ങൾ ഭരണം നടത്തി. 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടെയാണ് ഇന്ത്യൻ സമൂഹം സ്വാതന്ത്ര്യം ആവശ്യപ്പെടാൻ തുടങ്ങിയത്. 1885-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആരംഭത്തോടെ ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശക്തിയാർജിക്കാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ അറിയപ്പെടുന്ന ബുദ്ധിജീവികളും ആദർശ വീരന്മാരും ആ പ്രസ്ഥാനത്തിൻ്റെ നെടുംതൂണുകളായി മാറിയതോടെ സമരത്തിൻ്റെ ഊടും ഭാവവും മാറ്റിമറിച്ചു. വിദേശ ശക്തികളുടെ സംഹാര താണ്ഡവത്തിനെതിരെ ഇന്ത്യ മഹാരാജ്യം ഒറ്റക്കെട്ടായി അണിനിരന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള ഗാന്ധിജിയുടെ വരവ് സമരം കൂടുതൽ ശക്തിയാർജിച്ചു. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, ബാലഗംഗാധര തിലകൻ, ഗോഖലെ, ലാലാ ലജപത് റായ്, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് തുടങ്ങിയ ഒരുപറ്റം രാജ്യസ്നേഹികൾ വിദേശാധിപത്യം അവസാനിപ്പിക്കാൻ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യ സമരത്തിന് ഫലപ്രദമായ വ്യതിയാനം വരുത്തിയത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന് അനുയോജ്യമായ നമ്മുടെ സ്വാതന്ത്ര്യ സമരം ലോക ശ്രദ്ധ നേടിയെടുത്തു. ബ്രിട്ടീഷുകാർ മർദ്ദനമുറകൾ കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യ ഒറ്റക്കെട്ടായി ആദർശം ഉയർത്തിപ്പിടിച്ചാണ് സ്വാതന്ത്ര്യം നേടിയെടുത്തത്. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തവേ നെഹ്റു ലോകം ഉറങ്ങിക്കിടക്കെ നൂറ്റാണ്ടുകളിലെ നിദ്രയിൽ നിന്ന് ഭാരതം ഇതാ ഉണരുന്നു. പീഡിതരുടെ വികാരമായിരുന്നു അത്. ഗാന്ധിജിയെ ഇന്ത്യയിലെ ബഹുജനങ്ങൾ തങ്ങളുടെ രാഷ്ട്രപിതാവായി അംഗീകരിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിലെ ധീരന്മാരുടെ ചുമതലയും ആവേശവും ഉൾക്കൊള്ളുമ്പോൾ വർത്തമാനകാലത്ത് നമ്മുടെ ചുമതല നിർവഹണത്തിൽ വീഴ്ച ഉണ്ടാവാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. ഓരോ സ്വാതന്ത്ര്യദിനാഘോഷത്തിലും മൂവർണ്ണക്കൊടിയെ നാം ബഹുമാനിക്കുമ്പോൾ പുതിയ ഇന്ത്യയുടെ നിർമ്മിതിക്ക് സമർപ്പിക്കുവാൻ നമുക്ക് പ്രചോദനം ഉണ്ടാകണം. അസ്വാതന്ത്ര്യത്തിൻ്റെ പീഡനങ്ങളും സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും ഉൾക്കൊള്ളുന്ന ചരിത്രത്തിൻ്റെ ഓർമ്മകളെ പുതുക്കുകയും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളുടെ പ്രതിജ്ഞയും സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായി മാറട്ടെ.